കേരളത്തിൽ 2026 നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണ് എന്നറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് BJPക്ക് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ? അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ BJPക്ക് എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിലെടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ നിലവിൽ BJPക്ക് ഒന്നിൽ കൂടുതൽ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ എത്ര സീറ്റുകൾ BJPക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും നോക്കുമ്പോഴത്തേക്കും കണക്കുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു അട്ടിമറി സാധ്യത പലയിടങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ വിജയിക്കാനായിട്ട് ഏകദേശം വളരെ വലിയ തോതിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതിൽ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന 4 സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് വിജയ സാധ്യത ഏറ്റവും വലിയ തോതിൽ BJPക്ക് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സീറ്റ് 4 സീറ്റുകൾ അല്ലെങ്കിൽ 4 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ നിലവിൽ അത് പറയുന്നതെന്ന് പറയുന്നത്. സർവേ റിസൾട്ടുകൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ആ 4 സീറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് നേമമാണ്. ഏറ്റവും കൂടുതൽ വിജയസാധ്യത നിലനിൽക്കുന്ന സീറ്റ് നേമം മണ്ഡലം. അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാലക്കാടാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട്. മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരം. 4ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം. ഈ 4 സ്ഥലങ്ങൾ, അതായത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മത്സരിക്കുന്ന ഈ 4 സീറ്റുകൾ, ഇതിൽ വിജയസാധ്യത നൽകിയിരിക്കുന്ന ഈ 4 സീറ്റുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത പോരാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ടൈറ്റ് ഫൈറ്റിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ മാത്രം വിജയം ആർക്കാണ് എന്ന് അളക്കാൻ പറ്റുന്ന തരത്തിൽ വരെയുള്ള സീറ്റുകൾ ഈ 4 സീറ്റുകളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫിനിഷിംഗ് പോയിന്റിൽ മാത്രമേ വിജയം ആർക്കൊപ്പം നിൽക്കൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ആയിരിക്കും അവിടുത്തെ ഒരു ഭൂരിപക്ഷ കണക്കെന്ന് പറയുന്നത്, വിജയിക്കുന്നത് ആരായാൽ തന്നെ. അപ്പോൾ ഈ 4 സീറ്റുകളിലാണ് BJPക്ക് നിലവിൽ വിജയസാധ്യത വളരെ വലിയ തോതിൽ കൂടുതലായി നിൽക്കുന്നതെന്ന് പറയുന്നത്. അത് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കായാലും അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി പറയുന്ന സർവേ റിസൾട്ടുകളിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ 4 സീറ്റുകളിലാണ് BJPക്ക് വളരെ വലിയ തോതിൽ വിജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ BJP വിജയിച്ച് കയറുമോ, അതല്ല എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം വോട്ടുമറിക്കൽ അത് ഏത് തരത്തിൽ നടക്കും, അതല്ല ഈ പറയുന്ന രീതിയിൽ ഒരു ഡീലിങ്സ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അത് UDF LDF തമ്മിൽ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, ഇനി BJP LDF UDF അങ്ങനെ ആ ഒരു തരത്തിൽ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല ഈ പറയുന്ന രീതിയിൽ അവരവർക്ക് കിട്ടുന്ന വോട്ടുകൾ നേടിയെടുത്തുകൊണ്ട് അവിടെ ഒരു കടുത്ത പോരാട്ടം നടത്താനായിട്ട് 3 മുന്നണികൾക്കും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തോതിൽ വിജയസാധ്യത നിലനിൽക്കുന്നത് നേമത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയായിരിക്കും BJPക്ക് ഒരു ഭൂരിപക്ഷം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി വിജയിക്കുന്ന ഒരു സ്ഥലമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ബാക്കിയുള്ളടങ്ങ് നോക്കുമ്പോഴത്തേക്കും വളരെ ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും വിജയിക്കുന്ന ആ ഒരു ഘട്ടം അത് ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറവാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഇതിൽ പാലക്കാടാണ് 2ാമത്തെ വിജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. അവിടെയും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ വിജയസാധ്യത നിലനിൽക്കുന്നു എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെയും തീർച്ചയായിട്ടും BJPക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വോട്ട് ഉയരാനായിട്ടുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നതെന്ന് പറയുന്നത്. അവിടെയും ഭൂരിപക്ഷം വളരെ വലിയ തോതിൽ കിട്ടില്ലെങ്കിൽ പോലും ഭൂരിപക്ഷം അത്യാവശ്യം ശോഭയ്ക്ക് നേടിയെടുക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നും പറയുന്നു.
പിന്നെ മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് തീർച്ചയായിട്ടും അവിടുത്തെ ഭൂരിപക്ഷം വളരെ ചുരുങ്ങിയതായിരിക്കും. അവിടെ വളരെ കടുത്ത പോരാട്ടമാണ്. ഫിനിഷിംഗ് പോയിന്റിൽ മാത്രമേ കാര്യങ്ങൾ മാറി മറിയത്തുള്ളൂ. അതിൽ BJPക്ക് നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം തീർച്ചയായിട്ടും വളരെ ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും. അവിടെ ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറയുകയും അവിടെ BJPക്കും UDFനും വോട്ട് കൂടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഒരേപോലെ മാറി മറിയാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ LDFന് വോട്ട് കുറയുകയും UDFനും BJPക്കും വോട്ട് കൂടുകയും ചെയ്യും. അതിൽ മുരളീധരന് ഈ പറയുന്ന BJPക്ക് നേരിയ തോതിലുള്ള ഒരു വിജയസാധ്യത കഴക്കൂട്ടത്ത് ഈ പറയുന്ന പാർട്ടികൾ നോക്കുമ്പോഴത്തേക്കും ഒരു പടി മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ 4 മണ്ഡലങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയം ഉറപ്പിക്കാനായിട്ട് സാധ്യത ഏറെ കൂടുതലായി കാണുന്ന മണ്ഡലങ്ങളെന്ന് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണണം എന്താണ് ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അട്ടിമറി എന്തൊക്കെയാണ്, വോട്ടുകൾ ഏത് രീതിയിൽ മറിഞ്ഞിട്ടുണ്ട്, അത് ജനങ്ങൾ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെ. എന്നാൽ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ഈ 4 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയസാധ്യത കൂടുതലായി കാണുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായി മാറുന്നു എന്നുള്ളതും വാസ്തവമാണ്.